ഹലോ കൂട്ടുകാരെ, ഇന്ന് ന്യൂമൂണാണ്, ന്യൂമൂൺ ഇൻ ടോറസ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. അപ്പോൾ എത്രത്തോളം റെസൊനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. എന്തുകൊണ്ടാണ് എത്രത്തോളം റെസൊനേറ്റ് ആവുന്നു എന്ന് പറയാനുള്ള കാരണം, ഈ മെസ്സേജസ് നമുക്ക് മെഡിറ്റേഷൻ ത്രൂ ഡൗൺലോഡായി കിട്ടുമ്പോൾ ഇത് ഗൈഡ് ലൈൻസ് ആണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ഡിവൈൻ ഗൈഡൻസ് ആണ്. അപ്പോൾ ഇത് മേ ബി അതൊരു 1% ആൾക്കാർക്ക് റെസൊനേറ്റ് ആവാം, അല്ലെങ്കിൽ മേജർ കമ്മ്യൂണിറ്റിക്കും റെസൊനേറ്റ് ആവാം. അപ്പോൾ ഗൈഡ് ലൈൻസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു ഡിവൈൻ ഗൈഡൻസിനെ ഫോളോ ചെയ്യുകയാണ് ഇവിടെ. ന്യൂമൂൺ എനർജീസ് നമുക്ക് വന്നിട്ട് കളക്റ്റീവായിട്ട് 2 days മുമ്പ് തൊട്ട് തന്നെ ഫീൽ ആവാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതായത് ഹെവി എനർജീസ് ആയിരിക്കാം. ഇവിടെ ഇനിയും കാറ്റഗറൈസേഷനും ചെയ്യുന്നില്ല. അതായത് ഇത്രത്തോളം ഹീലായ ഫെമിനൈൻസ് എന്നോ മസ്കുലൈൻസ് എന്നോ ഒന്നും അല്ലാതെ കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജിയുടെ എനർജീസും മസ്കുലൈൻ എനർജിയുടെ എനർജീസും പറയുകയാണ്. അപ്പോൾ ആദ്യം ഫെമിനൈൻ എനർജിയുടെ എനർജി നോക്കാം. ഹെവി എനർജീസ് 2 days മുതൽ ഫീൽ ആവുന്നുണ്ടായിരിക്കാം. അതായത് ഹെവി എനർജീസ് ഹാർട്ട് ചക്രയിൽ ഹെവിനെസ്, മേ ബി ഒരു പെർട്ടിക്കുലർ സൈഡ്, ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി പെയിൻ, പിന്നെ വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ലൂസ് മോഷൻസ് പോലത്തെ കാര്യങ്ങൾ, ഹെവി ഹെഡേക്ക്, ഇതൊക്കെയും 2 days ആയിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ന്യൂ മൂണിൻ്റെ ഒരു ക്ലെൻസിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കളക്റ്റീവായിട്ടുള്ള എനർജിയിൽ ബി ഓപ്പൺ ടു ചേഞ്ച് എന്നാണ് ആദ്യത്തെ ഒരു സെൻറ്റൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്ര നാളും കംഫർട്ട് സോണിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാതെ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഉള്ള ട്വിൻ ഫ്ലെയിംസ് ഉണ്ടെങ്കിൽ, ഫെമിനൈൻ എനർജീസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക. ചേഞ്ച് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളുടെ ഒരു ജോലിയിലാവാം, നിങ്ങളുടെ ബിസിനസ്സിലാവാം, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാവാം, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷനിലാവാം. അപ്പോൾ ഈ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്തിട്ട് നിങ്ങളുടെ പാത്തല്ലാത്ത പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സറണ്ടർ ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ന്യൂ എനർജീസ് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. അടുത്തായിട്ട് സ്റ്റഡിനെസ് ഇൻ യുവർ പർപ്പസ് എന്നാണ് വന്നിരിക്കുന്നത്. കളക്റ്റീവായിട്ട് ഇതുവരെ പർപ്പസ്, സോൾ പർപ്പസ് അറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ട്വിൻ ഫ്ലെയിംസ്, ഫെമിനൈൻ എനർജീസ്, അതല്ലെങ്കിൽ അതായത് ആ പർപ്പസ് അറിയാം, പക്ഷേ എന്തൊക്കെയോ ബ്ലോക്കേജസ് ഉണ്ട്, എന്തൊക്കെയോ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി എന്നിലുണ്ട്, ഇതെന്തുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു ഫേസിലുള്ള ഫെമിനൈൻ എനർജീസ് ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് പർപ്പസ് ചെയ്യാനുള്ള സമയം സ്റ്റാർട്ടായിരിക്കുകയാണ്. പർപ്പസ് എന്ന് പറയുമ്പോൾ സോൾ പർപ്പസ് നിങ്ങൾക്കൊക്കെ അറിയാം, അത് സെൽഫ് ഹീലിംഗ് തൊട്ട് തുടങ്ങുന്നതായിരിക്കും. അതായത് മേ ബി നിങ്ങളുടെ ഒരു ഹീലിംഗ് ഇതുവരെ ഇടയ്ക്കൊക്കെ മടി പിടിച്ച് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റു പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ കംഫർട്ട് സോണിനെ വിടുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതല്ല, അവരുടെ പർപ്പസ് മേ ബി ഒരു ഹീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു ആനിമൽ വെൽഫെയർ ആയിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാനുള്ള സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഫ്ലോ ആവുകയും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടവർ, നിങ്ങൾ ആ ഒരു പേർപ്പസിൽ ഹെൽപ്പ് ചെയ്യേണ്ട ജീവജാലങ്ങൾ, ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിന് ജസ്റ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലിരിക്കുക. അടുത്തായിട്ട് ഇവിടെ ക്ലിയർ ഇൻറ്റൻഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനെ ഒന്നുകൂടെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ വരെ പല കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, അതായത് ഇവിടെ 3rd eye ചക്രയുടെ ക്ലെൻസിങ് നടക്കുകയാണ് കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജീസിന്. ക്ലാരിറ്റി ഇല്ല ഇൻ ദ സെൻസ്, മേ ബി ഒരു ഷിപ്പിനെ കുറിച്ചോ ഒരു ജോലിയുടെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയാണ്. അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ
പല കാര്യങ്ങൾ അറിയാമെങ്കിലും അതൊരു ബ്ലർ വിഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ പലതരത്തിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണെങ്കിൽ പോലും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. അടുത്തതായിട്ട് DNA ഹീലിങ്ങിൻ്റെ ഒരു സമയമാണ് കളക്റ്റീവിൽ. അപ്പോൾ DNA ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റംസ് ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാവുന്നതാണ് അത് മനസ്സിലാവാത്തവർ. അപ്പോൾ ഈ ഒരു DNA റിപ്പയർ നടക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, പലതരത്തിലുള്ള റാഷസ് പോലത്തെ കാര്യം, സ്കിൻ അലർജീസ്, ഇറിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ, പിന്നെ വന്നിട്ട് ലെഫ്റ്റ് ലെഗിൽ താഴെയായിട്ട് നിങ്ങൾക്ക് റാഷസ് വരാം, അല്ലെങ്കിൽ തുടകളിൽ പ്രൈവറ്റ് പാർട്ടിലൊക്കെയും ഫെമിനൈൻ എനർജീസിന് റാഷസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക DNA ഹീലിങ്ങിൻ്റെ അടുത്ത ഫേസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു. ആൻഡ് വളരെ ഒരു വലിയ തോതിൽ ആ ഒരു ഹീലിംഗ് ക്ലെൻസിങ് നടക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് കളക്റ്റീവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിലൊരു സ്റ്റക്ക് എനർജി ഇതുവരെ ഫീൽ ആവുന്ന ഫെമിനൈൻ എനർജീസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു ഇഷ്യൂസ്, ആ ഒരു ഡിസിഷൻ എടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിൽ സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. അതിൻ്റെ കൂടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനെക്കുറിച്ച് ഇതുവരെ ഹീൽഡ് ആണെന്ന് വിചാരിച്ച് സ്റ്റിൽ ഹോൾഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളും സർഫേസിൽ വരുന്ന ഒരു ടൈം പീരീഡാണിത്. ഈ ഒരു ഇഷ്യൂസ് സർഫേസിൽ വരുമ്പോൾ മനസ്സിലാക്കുക അത് ഹീൽ ചെയ്യാനുള്ളത് മാത്രമാണ്. ഞാൻ ഇംബാലൻസ് ആയതല്ല, ഉള്ളിൽ കിടക്കുന്ന ബ്ലോക്സ് സർഫേസിൽ വന്നാലേ എനിക്ക് ഹീൽ ആവാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ ആ ഒരു ഇംബാലൻസിനെ എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഹീലാക്കാനുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹീലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കംഫർട്ട് സോൺ തന്നെയാണ് അത് ബേസിക്കലി ഉദ്ദേശം, അതിനെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ആ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കളക്റ്റീവായിട്ട് ഫെമിനൈൻ എനർജീസിന് കാണാൻ പറ്റുന്ന ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ നമ്പർ 696, 969, 396, ഏഞ്ചൽ നമ്പർ 28, 72, 49, 1001, 1000 ഇവയായിരിക്കും. ഇതല്ലാതെ നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സമയം കൂടിയാണിത്. സ്പിരിറ്റ് ആനിമൽ ആരാണെന്ന് ഡൗട്ടുള്ളവർ അതിന് പിന്നെയും തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മേ ബി ഒരു ഡ്രീംസിലൂടെ കണക്റ്റ് ആവുന്നുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പരുന്ത് എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഉണ്ടെങ്കിൽ പരുന്തായിരിക്കും നിങ്ങളുടെ സ്പിരിച്വൽ ബേർഡ്. അതേപോലെ ഏതെങ്കിലും ഒരു ആനിമലുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് റിയാലിറ്റിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ബേർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്പിരിച്വൽ ആനിമൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ബേർഡുമായിട്ട് ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ആനിമൽ അല്ലെങ്കിൽ ബേർഡ്സിൻ്റെ പ്രസൻസ് നിങ്ങളുടെ 3D ലൈഫിലും, പ്രസൻസ് ഇൻ ദ സെൻസ് നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു വിസിബിലിറ്റി, അവരുടെ ആ ഒരു ആനിമലിൻ്റെ അല്ലെങ്കിൽ ബേർഡിൻ്റെ വിസിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതല്ലാതെ ഈ ഒരു സമയത്ത് നിങ്ങൾ യെല്ലോ കളർ ബട്ടർഫ്ലൈസ് കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാവാം. ഇതിൻ്റെ മീനിങ് യു ഹാവ് എ ഹയർ പർപ്പസ് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പേർപ്പസിൽ നിന്നും വിട്ടു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡൗട്ടിൻ്റെ എനർജിയിൽ വരുമ്പോൾ ബട്ടർഫ്ലൈസിലൂടെ ഏഞ്ചൽസ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഈ ബട്ടർഫ്ലൈ പോലെയാണ്. ആൻഡ് നിങ്ങൾക്കൊരു ആ ഒരു ഹയർ പർപ്പസിലേക്ക് കണക്റ്റ് ആവാനുള്ള പാത്തിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു അൺകംഫർട്ടബിലിറ്റി നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്നും ആൻഡ് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആ ഒരു ബട്ടർഫ്ലൈനെ പോലെ ആവും എന്നുള്ള ഒരു കൺഫർമേഷനാണ് യെല്ലോ കളർ ബട്ടർഫ്ലൈയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് ബ്ലാക്ക് കളർ ബട്ടർഫ്ലൈസ് സിംഗിളായിട്ടോ പെയറായിട്ടോ കാണുന്നവരുണ്ടെങ്കിൽ
അവർക്കുള്ള കൺഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഒരു സിംഗിൾ ബട്ടർഫ്ലൈനെ കാണുകയാണെങ്കിൽ ഐദർ അത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണെന്നാണ്, അതല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ലൈഫിൽ ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. ഇനി പെയറായിട്ടാണ് നിങ്ങൾ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈസിനെ കാണുന്നത് എങ്കിൽ കളക്റ്റീവായിട്ട് അതിൻ്റെ മീനിങ് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷനിൽ എനർജറ്റിക് ലെവലിൽ ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. നിങ്ങൾ എന്തൊക്കെ എനർജറ്റിക് വാൾസ് നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായി. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്, ആ ഒരു സോൾ ഓറിയൻറ്റഡ് തിങ്കിങ് പാറ്റേണിലേക്ക് നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യേണ്ട സമയമായി എന്നാണ് ഈ ഒരു പെയർ ഓഫ് ബട്ടർഫ്ലൈസ്, പെർട്ടിക്കുലർലി ബ്ലാക്ക് ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ഈ ഒരു സമയം തരുന്ന സന്ദേശം. ഇനി അടുത്തതായിട്ട് കളക്റ്റീവ്ലി മസ്കുലൈൻ എനർജീസിൻ്റെ എനർജി നോക്കാം. മസ്കുലൈൻ എനർജീസ് പല കാര്യങ്ങളും, പല ലെസൺസ് യൂണിവേഴ്സ് കൊടുത്തിട്ടും പഠിക്കാത്ത കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ പാറ്റേൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാർമിക് ലെസൺസ് ആവാം, അതായത് അവരുടെ കാർമിക് പാർട്ട്നേഴ്സിൽ നിന്നുള്ള ലെസൺസ് ആവാം, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാതെ അതിനെ ഒരു 3D ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റോടെ അതിനെ സോൾവ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെയും പിന്നെയും അതൊരു പത്മവ്യൂഹം പോലെ അവർക്ക് തോന്നുന്ന ഒരു സമയമാണ്. സോ ഇവിടെ ഈ ഒരു ഫേസിൽ മേ ബി നിങ്ങൾക്ക് അവരുടെ ഒരു അത്രയും പെയിനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വരാം. ആ ഒരു പെയിനിനെ ഷെയർ ചെയ്യാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ചാൽ, ഫെമിനൈൻ എനർജീനോട് സംസാരിച്ചാൽ ഒന്ന് റിലാക്സ് ആവും എന്നുള്ള രീതിയാവാം, ഒരു മെസ്സേജ് ആവാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈ പെയിൻ യൂണിവേഴ്സ് കൊടുക്കുന്നത് അവരവരുടെ അവേക്കനിങ്ങിൽ അവർ പഠിക്കേണ്ട കുറേ ലെസൺസ് പഠിക്കാനാണ്. അവിടെ പിന്നെയും ഓവർ ഇമോഷണലായിട്ട് ഫെമിനൈൻ എനർജീസ് ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആ ഒരു നമ്മുടെ എനർജീൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് അവേക്കനിങ്ങിലുള്ള നമ്മളുടെ കൗണ്ടർ പാർട്ടിന് 5Dയിൽ ബ്ലെസ്സിങ്സ് കൊടുത്തുകൊണ്ട് 3Dയിൽ ഒരു മിനിമം കോണ്ടാക്റ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് കാർമിക് ക്ലിയറൻസ് നടക്കുന്ന ഒരു സമയമാണ് പല മസ്കുലൈൻ എനർജീസിനും. ഇത് ഓഗസ്റ്റ് വരെ, അതായത് ഓഗസ്റ്റിൽ ടോട്ടലി ക്ലിയർ ആവാൻ പോകുന്ന ഒരു 88 പോർട്ടൽ വരെ ക്ലിയർ ആവുന്ന കാർമിക്സിൻ്റെ ക്ലിയറൻസ് സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മസ്കുലൈൻ എനർജീസ്, അതായത് ഫിയർ ബേസ്ഡ് എനർജിയാണ്, പലതരത്തിലുള്ള ഫിയേഴ്സ്, അങ്ങനെയുള്ള കാർമിക് ക്ലിയറൻസിലും അവർ ഹോൾഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ആ പെയിന് പലപ്പോഴും ഫെമിനൈൻ എനർജീസിന് ഹാർട്ട് ചക്രയിൽ പെട്ടെന്ന് ഫീൽ ആവുന്നുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും ഫെമിനൈൻ എനർജീസിന് സോളാർ പ്ലെക്സസ് ചക്രയിൽ നല്ല പെയിൻ ഉണ്ടായിരിക്കാം ഈ ഒരു ടൈം പീരീഡിൽ. അത് മനസ്സിലാക്കുക. അവരുടെ പവറിൽ, അതായത് നമ്മളുടെ അതർ ഹാഫ് അവരുടെ പവറിൽ വരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ബാക്കൗട്ടായിട്ട്, അതായത് പല കാര്യങ്ങൾ 3Dയിൽ ആലോചിക്കുമ്പോൾ ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ വരുന്ന പെയിനാണ്. അപ്പോൾ ഇങ്ങനെ പെയിൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, സോളാർ പ്ലെക്സസ് ചക്രേനെ ക്ലെൻസ് ചെയ്യുക പെർട്ടിക്കുലറായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചക്രയിലാണോ പെയിൻ തോന്നുന്നത് ആ ചക്രേനെ ഒരു 5 to 10 മിനിറ്റ്സ് എടുത്ത് ബീച്ച് മന്ത്രാസ് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. പല ഡിവൈൻ മസ്കുലൈൻസും കളക്റ്റീവ്ലി യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സമയമാണ്. അതായത് ഈ ഒരു ജേർണീനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിയോണ്ട് ദാറ്റ് പല തരത്തിലുള്ള ശക്തികളുണ്ട്. നമ്മൾ ഇത്ര നാളും വിചാരിച്ചിരുന്ന ആ ലൈഫ് അല്ലാണ്ട് ഉള്ള ആ ഒരു ലൈഫിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുന്ന ഒരു സമയം, സ്വയം മനസ്സിലാക്കാൻ, അതായത് ഒരു സൈലൻസിലിരുന്ന് സോളിറ്റ്യൂഡിലിരുന്ന് എന്താണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം പല മസ്കുലൈൻ എനർജീസിനും ഈ ഒരു വേണ്ട കാര്യങ്ങളിലേക്ക്, അതായത് ആ ഒരു ഇമോഷൻസിനെ ഫീൽ ആവുകയാണ്. ബേസിക്കലി അവരുടെ ഉള്ളിലുള്ള ഫെമിനൈൻ എനർജീനെ ഫീൽ ആവുകയാണ്, ആ ഇമോഷൻസിനെ ഫീൽ ആവുകയാണ്. ആ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് വരാനായിട്ട് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കുന്ന ഒരു സമയം. ഈ സ്റ്റെപ്സ് എടുക്കാനുള്ള
പോസിബിലിറ്റി എത്രത്തോളം ആണെന്ന് ആലോചിക്കുന്ന ഒരു സമയം. സോ ഓവറോളായിട്ട് പറഞ്ഞാൽ മസ്കുലൈൻ എനർജീസിൻ്റെ അവേക്കനിങ്, അതായത് ഇത് കളക്റ്റീവായി പറഞ്ഞാൽ ഏത് ഫെമിനൈൻ എനർജീസ് 2 വർഷവും അത് കഴിഞ്ഞും അതിന് മേലെ വർക്ക് ചെയ്യുന്ന ഫെമിനൈൻ എനർജീസ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഫെമിനൈൻ എനർജീസിൻ്റെ മസ്കുലൈൻ എനർജീസിൻ്റെ കാര്യമാണ് കളക്റ്റീവിൽ പറഞ്ഞത്. അപ്പോൾ ഒരു നോട്ട് കോണ്ടാക്ട് സോണൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് 3Dയിൽ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒബ്സഷൻ്റെ എനർജി പിന്നെയും യൂണിവേഴ്സിലേക്ക് ഫെമിനൈൻ എനർജീസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി യൂണിവേഴ്സ് മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫെമിനൈൻ എനർജിയുടെ റോളല്ല, യൂണിവേഴ്സിൻ്റെ റോളിനാണ് കൂടുതൽ പ്രാധാന്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഫെമിനൈൻ എനർജിക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് കളക്റ്റീവിൽ ഗൈഡ് ലൈൻസ് ഉള്ളത്. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.